സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപെരിഞ്ജീവ പുസ്തകത്തിൽ ഉന്മയായിട്ടിന്നെഴുതിയിടുമേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശുവ വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിന്റെ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശുവ വിളിച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൽ നിന്നും ഒഴുകിയെത്തുന്ന സത്യവചനം. ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെ തന്നെയാണോ വിളിക്കുന്നത്? അതോ ഈ ലോകത്തൊരു ദൈവമുണ്ട്, അവനാണ് ഏകസത്യ ദൈവം എന്ന് പറഞ്ഞ് ഇതാ നിങ്ങളുടെ ഇടയിൽ വരുന്നു. അവനുമായി എൻ്റെ ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. കാര്യം യഹൂദന്മാരുടെ ഇടയിൽ നിന്നുമാണ് ഈ വചനങ്ങൾ എത്തിയിരിക്കുന്നത്. അവരുടെ ഇടയിലാണല്ലോ ഈ ദൈവം വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. പിതാവ് തൻ്റെ പുത്രനെ അയച്ച് കാൽവറിയിൽ തകർത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകലതും നിവർത്തിയാക്കി. ആ പുത്രനെയാണോ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ആ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവം ആ പുത്രൻ്റെ പാത പിന്തുടരുന്ന എല്ലാ ജനങ്ങളെയും ഏത് ജാതിയിൽപ്പെട്ടവരെയും ആ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരെയും തന്നെ ആ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവം നിങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. പക്ഷെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ? ഈ ദൈവത്തെയാണോ നിങ്ങൾ പിന്തുടരുന്നത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും അനേകർ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ പലർക്കും ഈ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റുന്നില്ല. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ എല്ലാവരും തെറ്റി നിൽക്കുന്നു. കാരണം മലയാളത്തിൽ ആരൊക്കെ വീഡിയോകൾ ഇറക്കുന്നു
അതെല്ലാം കാണുവാൻ എനിക്ക് കഴിഞ്ഞു. ഇസ്രായേലിൽ നിന്നും ഒരു സഹോദരി സംസാരിക്കുന്നു. ശബത്തിനെ ഫോളോ ചെയ്യണം, ശബത്ത് ദിവസം സ്വസ്ഥതയാണ്, അതനുസരിക്കണം, അതനുസരിക്കാത്തവർ ദൈവരാജ്യത്തിന് അവകാശികളല്ല എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവർ പല രീതിയിലും പ്രസംഗിക്കുന്നുണ്ടല്ലോ. പക്ഷെങ്കിൽ ഇതൊക്കെയും കേട്ടിട്ട് ആരെയും പിന്തുടരാൻ ഞാൻ തയ്യാറായില്ല. വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ഇന്നേക്കൊരു 5 വർഷമായതേ ഉള്ളൂ ഞാൻ ഈ വചനങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ട്. സത്യം മനസ്സിലാക്കണമല്ലോ. ഇവരെല്ലാം പ്രസംഗിക്കുന്ന ശരിയാണോ തെറ്റാണോ, അതോ ഏത് രീതിയിലാണ് മനുഷ്യൻ ദൈവത്തെ അറിയുന്നത് എന്ന് മനസ്സിലാക്കണമല്ലോ. ഇതറിയുവാൻ വേണ്ടി വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോഴൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ ഒട്ടുമുക്കാൽ ജനങ്ങളും ഈ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ തെറ്റി നിൽക്കുന്നു. ദൈവം തന്നെ മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ നീ ആരെയും ആരാധിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, അതിൻ്റെ മുന്നിൽ ആരാധിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെങ്കിൽ ഒരു കൂട്ടർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു, വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നു, അതിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, പല പ്രവൃത്തികളും അങ്ങനെ ചെയ്യുന്നു. ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്നുള്ളൊരു കൽപ്പനയുണ്ട്, അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവം ഏകനാണ്, ഞാനല്ലാതെ വേറെ ദൈവമില്ല. അങ്ങനെ ഇരിക്കച്ചേടി ത്രിയേക ദൈവം എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ അങ്ങനെ പല കൽപ്പനയിലും തെറ്റി നിൽക്കുകയാണ്. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ കൂടെ ആണോ ക്രിസ്ത്യാനികളൊക്കെ പോകുന്നത്? അതോ ഓരോരുത്തരിപ്പം പല രീതിയിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ. പുതിയ പുതിയ അപ്പോസ്തലന്മാർ ഇറങ്ങിയിരിക്കുന്നു, പുതിയ പുതിയ സഭകൾ ഉണ്ടാക്കുന്നു. 10 പേരൊരു സഭയിൽ കൂടിക്കഴിയുമ്പോൾ അതിൽ പണവും ജ്ഞാനവും അറിവും ഒക്കെ സമ്പാദിച്ച് ആ പുള്ളി പോയി വേറൊരു സഭ ഉണ്ടാക്കുന്നു, അവിടെയും ഒരു 10 പേരെ കൂട്ടുന്നു. അത് കഴിഞ്ഞ് അതിലിരിക്കുന്ന ജ്ഞാനിയും പണമൊക്കെ ഉള്ളവൻ അവൻ വേറൊരു സഭ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പല അപ്പോസ്തലന്മാരും പല പല പ്രവാചകന്മാരും ഒക്കെയായി ഈ ലോകത്ത് ഇങ്ങനെ ആരാധിക്കുന്നു. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെ തന്നെയാണോ ആരാധിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബൈബിളുകൾ വായിച്ച് സത്യം അന്വേഷിച്ച് ഈ ദൈവത്തെയാണ് വേണ്ടത് എന്ന് വെച്ച് ഈ ബൈബിളുകൾ വായിച്ചാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. ഞാനൊരു 4 വർഷമേ ആയുള്ളൂ ഈ സത്യം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ക്രിസ്ത്യാനികൾ ഒന്നിലല്ലേ മറ്റൊന്നിൽ കൽപ്പനകൾ അനുസരിക്കുന്നില്ല, തെറ്റി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ അന്ത്യനാളിൽ കർത്താവിൻ്റെ വരവെടുത്ത് കടലും കരയും കടന്ന് പലരെയും സഭകളിൽ ചേർത്ത് ഇരുട്ടി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വചനമുണ്ട്.
ഏത് സഭ കൂടിയാലും അതിൽ പോയി കുത്തിയിരിക്കാൻ കുറേ ആൾക്കാരുമുണ്ട്. സത്യം എന്താണെന്നോ സത്യം മനസ്സിലാക്കണമെന്നോ ദൈവവചനങ്ങൾ വായിക്കണമെന്നോ ഒന്നും ആർക്കും തോന്നുന്നില്ല എന്ന് തോന്നുന്നു. പല പല പ്രവാചകന്മാരും പല വിശ്വാസികളും ഒക്കെ ആയിട്ടാണല്ലോ ഈ വചനങ്ങൾ എഴുതിയിരിക്കുന്നത്. ബൈബിള് വായിക്കാതെ പലരിൽ നിന്നും കേട്ട് ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നത് തെറ്റാണ്. കാര്യം നമ്മുടെ കയ്യിലൊരു വചനമുണ്ടല്ലോ, ആ വചനങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക, അതനുസരിച്ച് അതിനെ പിന്തുടരുക. ഈ കൽപ്പനകൾ അനുസരിക്കുന്ന ആൾക്കാരുമായി ആരാധിക്കുക. നിങ്ങളുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, ആ ആത്മാവ് നിത്യതയ്ക്ക് പോകേണ്ടതാണ്. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യം. ആ നിത്യത ഉണ്ടെന്നറിഞ്ഞെങ്കിലേ ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്ത് കുറെ തിന്നും കുടിച്ചും ആൾക്കാർ ആയുസ് നഷ്ടപ്പെടുത്തുന്നു. പല അസുഖങ്ങൾ വരുന്നു, മരുന്നുകൾ കഴിക്കുന്നു. ഓരോരുത്തരും 10,000-10,000 രൂപയുടെ മരുന്നുകൾ കഴിക്കുന്നു. പക്ഷെങ്കിൽ ആയുസിനെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ട്? ആ അസുഖത്തിൽ തന്നെ മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നു. ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ആദ്യം ദൈവം, പിന്നെ ലോകം. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും കർത്താവ് തരും. ഈ ലോകത്ത് കുറേ പണം ഉണ്ടാക്കിയിട്ടും ആരും ഒന്നും എങ്ങും കൊണ്ടുവന്നില്ല. പലരും ചെറുപ്പക്കാരാണിപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരണത്തെ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്? അതുകൊണ്ട് ചിന്തിക്കുക, ബൈബിളുകൾ വായിക്കുക. ഈ ദൈവത്തെയാ വേണമെന്നുണ്ടെങ്കിൽ, ഇസ്രായേലിൻ്റെ ദൈവത്തെയാ വേണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ദൈവം പറഞ്ഞത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്.